സൗദി മാറുകയാണ്. ഇസ്ലാമിക യാഥാസ്ഥിതിയിൽ നിന്നും ദുബായ് നടപ്പാക്കുന്ന പാശ്ചാത്യ സംസ്കാരത്തിലേക്ക്. സൗദിയിലെ പാശ്ചാത്യ രീതിമാറ്റങ്ങളെ കൈയടിച്ച് സ്വീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാത്തിനും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രശംസിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തോട് അസാധാരണമായ ഒരു ചോദ്യം ചോദിച്ചു. പ്രിയപ്പെട്ട മുഹമ്മദ് ബിൻ സൽമാൻ, നിങ്ങൾക്ക് രാത്രിയിൽ ഉറക്കമില്ലേ? ഉറക്കമില്ലാതെ ഇരുന്ന് നിങ്ങൾ സൗദി അറേബ്യ എന്ന രാജ്യത്തെ മാറ്റിമറിക്കുകയാണ്. സൗദിയെ പുതിയ ലോകത്തേക്ക് കൊണ്ടുവരുന്നു. മുഹമ്മദ് ബിൻ, നിങ്ങൾ എങ്ങനെ ഉറങ്ങും? എന്തൊരു ജോലി! ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും ഒരു മാതൃകയാണ്. എന്തൊരു അധ്വാനം ചെയ്താണ് സൗദിയെ മാറ്റുന്നത്. ട്രംപ് വേദിയിൽ ഇരുത്തി തന്നെ സൗദി കിരീടാവകാശിയെ വാനോളം പുകഴ്ത്തി. ട്രംപ് തന്റെ രണ്ടാം ടൈമിലെ ആദ്യ പ്രധാന വിദേശ യാത്ര ഇപ്പോൾ സൗദിയിൽ നടത്തുകയാണ്. റിയാദിൽ ലോകത്തിലെ ബിസിനസ് ഉന്നതരുടെ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് സൗദി അറേബ്യയുടെ യഥാർത്ഥ ഭരണാധികാരിയെ ട്രംപ് പ്രശംസിക്കാൻ കാരണമുണ്ട്. മുൻപ് കുവൈറ്റ് ഇറാഖ് യുദ്ധസമയത്ത് അമേരിക്കയുടെ ക്യാമ്പ് സൗദിയിലായിരുന്നു. അന്ന് സൗദി കടുത്ത യാഥാസ്ഥിക രീതിയിലായിരുന്നു. അമേരിക്കൻ പട്ടാളക്കാരുടെ ഭാര്യമാർ അല്പവസ്ത്രധാരികളായി അന്ന് സൗദി നഗരത്തിൽ വിലസുമ്പോൾ നെറ്റി ചുളിക്കുമായിരുന്നു യാഥാസ്ഥികർ. അന്ന് അല്പവസ്ത്രധാരികളായ അമേരിക്കൻ സ്ത്രീകൾക്ക് സൗദി പ്രത്യേക സോൺ തന്നെ അനുവദിച്ചിരുന്നു. ഇന്ന് അതൊന്നുമില്ല. സൗദി ആകട്ടെ ദുബൈയെ കവച്ചുവെച്ച് പാശ്ചാത്യവൽക്കരണം നടത്തുകയാണ്. ആ യാത്രയിൽ അവർ ബാങ്ക് വിളി മുതൽ പർദ്ദ വരെ പലതും മാറ്റം വരുത്തി, പരിഷ്കരിച്ചു, ഉപേക്ഷിച്ചു. ഇപ്പോൾ സൗദിയിൽ സ്ത്രീകൾക്ക് പാശ്ചാത്യ വസ്ത്രം ധരിക്കാം. മത പോലീസിനെയും മത കോടതിയെയും എല്ലാം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഒരു വഴിക്കാക്കി. പണ്ടൊക്കെ നമ്മുടെ മലയാളി സ്ത്രീകൾ സൗദിയിൽ നഴ്സായി മറ്റും ജോലിക്ക് പോകുമായിരുന്നു. പോകുമ്പോൾ അവർ ഏതു മതത്തിൽപ്പെട്ട മലയാളി യുവതികളാണെങ്കിലും കയ്യിൽ പർദ്ദയും വാങ്ങിയായിരുന്നു പോകുന്നത്. മലയാളി പ്രവാസി സ്ത്രീകൾക്ക് ഇന്ന് സൗദിയിൽ പർദ്ദ ആവശ്യമില്ല, സാധാരണ വേഷം മതി. ഈ വിപ്ലവകരമായ തീരുമാനം നടപ്പാക്കിയതും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ. മാത്രമല്ല, മദ്രസകളുടെ നിയന്ത്രണം, മോസ്കിലെ ബാങ്ക് വിളിക്ക് നിയന്ത്രണവും ഉച്ചഭാഷിണി നിയന്ത്രണവും അങ്ങനെ മുസ്ലിം വിഭാഗത്തിലെ യാഥാസ്ഥിക രീതികൾ മാറ്റുന്നതിൽ ഇന്ത്യക്ക് മുന്നിലാണ് സൗദി. ലോക മുസ്ലിങ്ങളുടെ ആധ്യാത്മിക തലസ്ഥാനത്ത് ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ചങ്കൂറ്റത്തെ കൂടിയാണ് ഇപ്പോൾ ട്രംപ് അഭിനന്ദിച്ചത്. MBSന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യയുടെ പുതിയ ലോകത്തേക്കുള്ള യാത്രയിൽ തന്റെ പ്രശംസ പ്രകടിപ്പിച്ചുകൊണ്ട് 78-കാരനായ അമേരിക്കൻ നേതാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, അതായത് സൗദിയുടെ ഉയർച്ചയിൽ വിമർശകർ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി വിമർശകർ പൂർണ്ണമായും തെറ്റാണ് എന്ന് സൗദി അറേബ്യ തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ഒരുപാട് ഇഷ്ടമാണ്. US സൗദി അറേബ്യയും തമ്മിലുള്ള അടുത്ത ബന്ധത്തിനെ തന്റെ പ്രതിബദ്ധത അടയാളപ്പെടുത്തിക്കൊണ്ട് MBSന്റെ ആവശ്യം പരിഗണിച്ച് സിറിയക് പോലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കം ചെയ്യുന്നുവെന്നും ട്രംപ് പറഞ്ഞു. അതുപോലെ ഉച്ചകോടിയിൽ ട്രംപ് $142 ബില്യൺ പ്രതിരോധ കരാറും കൃത്രിമ ബുദ്ധി, അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം എന്നിവ ഉൾക്കൊള്ളിക്കുന്ന $600 ബില്യൺ സൗദി നിക്ഷേപ പാക്കേജും പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.